ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് +2 മാത്സിലെ ചാപ്റ്റർ 5 ആയ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലെ എക്സസൈസ് 5.2ലെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ വരെയായിരുന്നു ചെയ്തത്. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? തന്നിരിക്കുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റീവ് എടുക്കാനാണ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. രണ്ട് ഫംഗ്ഷൻ എന്താണ് ഇവിടെ പ്രോഡക്റ്റ് എടുത്തിരിക്കുകയാണ്, അതായത് മൾട്ടിപ്ലൈ ചെയ്തേക്കുകയാണ്. ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കാൻ ചോദിക്കുമ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട റൂളാണ് പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ പ്രോഡക്റ്റ് റൂൾ എന്താണെന്ന് പഠിച്ചിരിക്കണം. പ്രോഡക്റ്റ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ തരുന്ന ക്വസ്റ്റ്യന് ആദ്യമേ ഫസ്റ്റ് കാണുന്ന ഫംഗ്ഷനെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്നും ഇതിനെ നമുക്ക് എന്തെന്ന് എടുക്കാം, സെക്കൻഡ് ഫംഗ്ഷൻ എന്നും എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ നോക്കിക്കേ, ഫസ്റ്റ് ഇൻറ്റു എന്ന് പറയുമ്പോൾ എന്തോ ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്, കോസ് എക്സ് ക്യൂബ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ d/dx ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇവിടെ ഏതാണ്, സൈൻ സ്ക്വയർ x⁵5 പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് d/dx ഓഫ് കോസ് എക്സ് ക്യൂബ്. ആദ്യം ഇത്രയും എഴുതി വെക്കാം. അതിനുശേഷം ഈ ഫംഗ്ഷൻ ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ ഡെറിവേറ്റീവ് ഒന്നും എടുക്കണ്ട, അതുപോലെ തന്നെ എഴുതി വെക്കുക കോസ് എക്സ് ക്യൂബ് ഇൻറ്റു. ഇനി ആറ് ഡെറിവേറ്റീവ് എടുക്കാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഫംഗ്ഷന് ഡെറിവേറ്റീവ് ആണല്ലോ എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നതിന് മുന്നേ ഇത് ഇവിടെ നോക്കിക്കേ, സൈന് മുകളിൽ ഇവിടെ പവർ ഉണ്ടല്ലോ. അങ്ങനെ പവർ ഉള്ള സമയത്ത് ആ പവറിനെ നമ്മൾ താഴത്തോട്ട് ഇറക്കി എഴുതണം. അതായത് സൈൻ സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതുക, 2 സൈൻ ഈ രണ്ടിൽ നിന്ന് ഒന്ന് കുറച്ച് മുകളിൽ എഴുതുക. അതായത് നമ്മൾ x⁻n ഡെറിവേറ്റീവ് എടുക്കത്തില്ലേ, അതേ ഫോമിൽ തന്നെ എന്താണ് പവർ താഴത്തോട്ട് ഇറക്കി എഴുതുക, സൈൻ എഴുതുക, എന്നിട്ട് ഈ രണ്ടിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക. രണ്ടിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ എത്രയാണ്, 1. അപ്പോൾ ആ 1 ഇവിടെ ഇട്ടാലും ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. എന്നിട്ട് എന്ത് എഴുതുക, x⁵5 ഇടുക. ആദ്യമേ ഇത് വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെ പവർ ഉണ്ടെങ്കിൽ ആദ്യമേ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. എന്നിട്ട് പിന്നെ ആറ് ഡെറിവേറ്റീവ് എടുക്കുക, സൈൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഇവിടെ സൈൻ അല്ലേ ഫംഗ്ഷൻ, സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എക്സ്. അപ്പം ഞാൻ എന്ത് എഴുതി, കോസ് എക്സിന് പകരം എന്തിടുക, ഇവിടെ x⁵5. ഇത്ര ഓക്കെ ആണല്ലോ. അതിനുശേഷം പിന്നെ ആറ് ഡെറിവേറ്റീവ് എടുക്കണം, x⁵5ൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. ഈ x⁵5 എന്ന് പറയുന്ന ഏത് ഫോമിലാണ് കിടക്കുന്ന, x⁻n എന്നുള്ള ഫോമിലല്ലേ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് x⁻n വേണം ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട്. ഇൻ കേസ് നിങ്ങൾ ഇക്വേഷൻ മറന്നു പോയെങ്കിൽ ഇങ്ങനെ പഠിച്ചു വെച്ചാലും മതി. ഇപ്പോൾ x⁵5ൻ്റെ ഡെറിവേറ്റീവാണ് കാണേണ്ടതെങ്കിൽ ആദ്യമേ പവർ താഴത്തോട്ട് ഇറക്കി എഴുതുക, എന്നിട്ട് എക്സ് എഴുതുക, എന്നിട്ട് എന്താണ് ആ പവറിൽ നിന്ന് ഒന്ന് കുറച്ച് ചെയ്ത, പവറിൽ നിന്ന് ഒന്ന് കുറച്ച് ചെയ്തെന്ന് പറയുമ്പം 5ൽ നിന്ന് ഒന്ന് പോകുമ്പോൾ എത്ര കിട്ടും, 4. അപ്പം x⁵5ൻ്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടി, 5x⁴ എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. പ്ലസ് ഇനി നമ്മളിതേ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇത്രയും ചെയ്തത്. ഇനി അടുത്ത സെക്ഷൻ എടുക്കുക. അടുത്ത എന്താണ്, സൈൻ സ്ക്വയർ x⁵5നെ അതുപോലെ തന്നെ എഴുതി. ഇനി ഇവിടെ നോക്കിക്കേ, കോസ് x³ ഡെറിവേറ്റീവ് എടുക്കാനാണ്. ഇപ്പം ഇവിടെ കോസിൻ്റെ മുകളിൽ പവർ ഒന്നുമില്ല, അപ്പം നേരത്തെ പോലെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് നമുക്ക് ആറ് ഡെറിവേറ്റീവ് എടുക്കാം. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് സൈൻ എക്സ് എന്നാണ്. ഇവിടെ എക്സിന് പകരം എന്താണ്, x³ ഇൻറ്റു അടുത്ത ആറ് ഡെറിവേറ്റീവ് എടുക്കണം, x³ ഡെറിവേറ്റീവ് എടുക്കണം അല്ലേ. ഇക്വേഷൻ മറന്നുപോയാൽ നമ്മൾ എന്ത് ചെയ്യും, എന്താണ് 3 ആദ്യമേ താഴത്തോട്ട് എഴുതി, എക്സ് എഴുതും, എന്നിട്ട് ഈ 3ന്ന് ഒന്ന് കുറച്ച് ചെയ്തപ്പോൾ എന്ത് വന്നു, 2 വന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടി, 3x² എന്ന് കിട്ടി. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്പേഴ്സ് ഏതൊക്കെയാണ് ഉള്ളത്, നമ്പരൊക്കെ എപ്പോഴും ഫ്രണ്ടിൽ എഴുതാൻ നോക്കണേ. അപ്പോൾ ഇവിടെ 2ഉം 5ഉം ഉണ്ട്. ഇവിടെ എല്ലാം മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ 2 × 5 എത്ര കിട്ടി, 10 കിട്ടി. പിന്നെ ഈ x⁴ ഞാൻ ഫ്രണ്ടിലോട്ട് ഇടുകയാണ്. അപ്പോൾ x⁴ ഇൻറ്റു ബാക്കിയെല്ലാം അതുപോലെ തന്നെ എഴുതുക. ബാക്കി എന്താ ഇവിടെ ഉള്ളത്, കോസ് x³ ഇൻറ്റു അടുത്ത് ഇവിടെ എന്തുണ്ട്, സൈൻ x⁵5 ഇൻറ്റു കോസ് x⁵5. ഓക്കെ ആണല്ലോ. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ആ മൈനസും ഈ പ്ലസും കൂടി ചേർന്ന് എന്തായി, മൈനസ് ആയി. പിന്നെ നമ്പർ ഫ്രണ്ടിലോട്ട് ഇടുക. വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ ഇവിടെ, ഇല്ല. അപ്പം ഈ നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് വന്നു, 3
എക്സ് സ്ക്വയറും ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നു. ബാക്കിയെല്ലാം അതുപോലെ തന്നെ എഴുതുക. എന്താണ്? സൈൻ സ്ക്വയർ എക്സ് റൈസ് ടു 5 ഇൻറ്റു സൈൻ എക്സ് ക്യൂബ്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന്